ഹായ് ഡിയർ ഓൾ. കുവൈറ്റ് റെസിഡൻസ് ഉള്ള ഒരാൾക്ക്, അതുപോലെ കുവൈറ്റ് സിവിൽ ഐ ഡി ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് സാഹിൽ ആപ്പ് ത്രൂ നിങ്ങളുടെ എക്സിറ്റും അതുപോലെ തന്നെ എൻട്രിയും കുവൈറ്റിലേക്ക് വന്നതും പോയതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിലുള്ള ഡാറ്റാസ് എങ്ങനെയാണ് സാഹിൽ ആപ്പ് ത്രൂ കിട്ടുകയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാഹിൽ ആപ്പ് വഴി നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ എക്സിറ്റും അതുപോലെ തന്നെ എൻട്രിയും, അതായത് ഈ ട്രാവൽ ഉണ്ടാവില്ലേ, നമ്മുടെ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകുന്ന ആ ട്രാവൽ ഹിസ്റ്ററി, അത് നമുക്ക് എങ്ങനെയാണ് സാഹിൽ ആപ്പ് വഴി എടുക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സർവീസസിൽ പോയിട്ട് സർവീസസിൽ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ ആണ് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഇതാണ് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെ എംബ്ലം. ഇതിൽ നമുക്ക് ധാരാളം സർവീസസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്ത് ബോർഡർ സെക്യൂരിറ്റി സർവീസസ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്, ബോർഡർ സെക്യൂരിറ്റി സർവീസസ്. അപ്പോൾ ഈ ഒരു സർവീസസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, ബോർഡർ സെക്യൂരിറ്റി സർവീസസ്. ഓക്കെ, അപ്പോൾ അതിൽ എക്സിറ്റ് അതുപോലെ എൻട്രി എക്സിറ്റ് മൂവ്മെൻറ്റ്സിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മളുടെ പേര് ഇവിടെ തന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ട്രാവൽ ഹിസ്റ്ററി, നമ്മൾ കുവൈറ്റിലോട്ട് വന്നതും പോയതുമായിട്ടുള്ള എല്ലാ മൂമെൻറ്റ്സും ഇതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം നമുക്കതിൻ്റെ ഒരു റിപ്പോർട്ടായിട്ട് തന്നെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക കേട്ടോ.